ചേച്ചി ചേച്ചി മുഖം കഴുകി മുഖം കഴുകി 5 ആഴ്ചയേ ഉള്ളൂ ചക്ക എണീച്ചു വന്നു. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് എഴുതുവാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ടില്ല. രാവിലെ തന്നെ റെഡി ആയിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുന്നതാണ്. ഇട്ട് എടുക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാൻ. എഴുതി ഉറങ്ങുന്ന. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ ബസ്സിലാണ് പോകുക. പക്ഷേങ്കിൽ ഞാൻ ബസ്സിൽ പോയി പിന്നെ കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട് ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ക്ഷീണിക്കും. പിന്നെ ഞാൻ ഗ്രൗണ്ടിലെത്തുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലായിരിക്കും. കാരണം 5:30 എത്തി ഗ്രൗണ്ടിലേക്ക് നടന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 3/4 മണിക്കൂർ സമയം എന്തായാലും എടുക്കും. അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു നമുക്ക് രാവിലെ വെയിൽ വരുന്നതിന് മുന്നേ പോയിട്ട് വരാം. വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്രൗണ്ടിലൂടെ ഇട്ടെടുത്ത് ഞാൻ വരുമ്പോഴത്തേക്കും എൻ്റെ അന്നത്തെ ദിവസം പോക്കായിരിക്കും. എന്നാലും ആൾക്കാർ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് വേഗം കഴിഞ്ഞ് വരാമെന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് എടുക്കുന്ന ഗ്രൗണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് എച്ചിൻ്റെ ഗ്രൗണ്ടും. അങ്ങനെ ഞാൻ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് നേരെ പിന്നെയും മൂത്തൻ്റെ വീട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും എന്നെ കാത്ത് നിൽക്കുന്നുണ്ട്. ഹായ്, ചേച്ചീനെ കാത്തു നിന്നിനാ? ചായ കുടിച്ചാ? ചേച്ചി വാ. ചേട്ടാ നീ സൂവല്ലിട്ടിട്ട് പോന്നേ? വന്ന പാടെ ഞാൻ മുഖം കഴുകും. മുഖം കഴുകിയിട്ടില്ല എനിക്കൊരു സമാധാനം കിട്ടൂല. മുടിയെല്ലാം കഴിച്ചിട്ടിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഫാൻ ഇട്ടിട്ട് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ വീട്ടിലെത്തിയാടും മുടിയെല്ലാം വാരി കെട്ടും. അങ്ങനെ ഞാൻ മുഖമെല്ലാം കഴുകി ഒന്ന് ഫ്രഷായി. കുത്തൊക്കെ ഇട്ട ചക്ക എടുത്തു ബാ. ചേച്ചി ചായ കുക്കുന്ന ബാ. വാ. പിന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം. എഴുതൂടുള്ളതുകൊണ്ട് ഫുൾ അലമ്പായിട്ടുള്ള മെസ്സ് ഫുൾ എഴുതൂൻ്റെ കളിപ്പാട്ടാടി ഇടലായിട്ടും കളിക്കുന്ന സാധനങ്ങൾ. പിന്നെ രാവിലെ ഇങ്ങനെ നിലത്ത് ബെഡ് ഇട്ടിട്ട് അങ്ങനെ കിടക്കുക. നമ്മൾ രാത്രി അങ്ങനെ തന്നെ കിടക്കുക. ഓനുള്ള ടൈമിൽ ബെഡ് എടുത്ത് നിലത്തിട്ടിട്ട് അല്ലെങ്കിൽ രാത്രി ഉറക്കത്തിൽ ചിലപ്പോൾ എണീച്ചിട്ട് ബെഡിൻ്റെ താഴെയും ഇറങ്ങിയിട്ട് അങ്ങ് പോകും. നിലത്ത് കിടക്കുമ്പോൾ പിന്നെ വലിയ സീനില്ല. കുറച്ച് മുന്നേ നടക്കുന്നതിന് മുന്നേ വരുന്ന സമയത്ത് നമ്മൾ നിലത്ത് ബെഡ് ഇട്ടിട്ട് കിടക്കില്ല. അപ്പോൾ നിലത്ത് ബെഡ്, പിന്നെ ഇതുവിൻ്റെ ഷൂസ്, കളിക്കുന്ന സാധനങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇതു കിടക്കുന്ന ബെഡ് ഹോളിലെപ്പോൾ ഉണ്ടാവും. ഓന് ഏത് സമയമാണ് ഇവിടെ കിടന്നാൽ ഉറങ്ങുമെന്ന് പറയാൻ പറ്റുകൊണ്ട് അപ്പോൾ ബെഡ് ഇവിടെ ഉണ്ടാവും. ഓന് പിന്നെ കളിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാം ആയിട്ട് പിന്നെ ഓൻ്റെ ഷൂസ്, പിന്നെ ഓനടിച്ച് വാരി കൂട്ടിയിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ അടിയിലായിട്ട് കാണാം. അപ്പോൾ സാധാരണ ചെറിയ പിള്ളേരുള്ള വീട്ടിലെല്ലാം അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനത് പറയാൻ വെച്ചാൽ കാണുമ്പോൾ നിങ്ങൾ ചെറിയ എന്തൊരു അലമ്പ് വീടാം. പക്ഷേങ്കിൽ സാധാരണ ഏതും ഇല്ലാത്ത സമയത്ത് മൂത്തെല്ലാം എടുത്ത് വൃത്തിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതെല്ലാം ഇപ്പം നമ്മൾ അടിച്ചു വരുമ്പോൾ എല്ലാം കൂട്ടിയിട്ടതാണ്. ഈ പാവനെല്ലാം വാങ്ങി അന്ന് എന്നെ എൻ്റെ തലയിലും പിടിച്ച് എനിക്ക് വെച്ചിട്ടുണ്ട്. ഓൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം അതെടുത്ത് കളിക്കും. അല്ലെങ്കിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് മൈൻഡാക്കൂല. നല്ല തന്നെ. പിന്നെ ബെഡ് ഇവിടെ ഇങ്ങനെ എപ്പോഴും ഇട്ടിട്ടുണ്ടാവും. സ്പോഞ്ചിൻ്റെ ബെഡ് ഇതിന് കിടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എല്ലാം കൂട്ടിയിട്ട് ഇവിടെ വെച്ചതാണ്. അല്ലെങ്കിൽ അവിടെ ഇവിടെ എല്ലാം ആയിട്ടുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ വീഡിയോസിൻ്റെ ഇടയിൽ കാണും. അതുകൊണ്ട് ഞാൻ മുന്നേ പറഞ്ഞത്. ഇനി ഞാൻ പോയിട്ട് ചായ കുടിക്കട്ടെ. ചായക്ക് ഇന്ന് കൊയക്കട്ടയാണ്. മധുരമുള്ള അടി ആക്കിയ പക്ഷേങ്കിൽ ഞാൻ മധുരമുള്ള അടിയൊന്നും തിന്നില്ല. എനിക്ക് മധുരത്തിനോട് വലിയ ഇഷ്ടമല്ല. എനിക്ക് ചമ്മന്തി അട അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇഷ്ടം. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ കൊയക്കട്ടി ആക്കിയാൽ ഞാൻ രാവിലെ ഡ്രൈവിങ്ങിന് പോകുമ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല. തിരിച്ചു വന്നിട്ടാണ് കഴിച്ചത്. എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ TV കാണുക, പാട്ട് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഞാൻ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് ഉറങ്ങി. ഞാൻ വന്ന് കുറച്ച് സമയം എൻ്റെ ഒപ്പം കളിച്ച് പിന്നെ ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ അമ്മ കൊണ്ടേ കിടത്തി ഉറക്കിയിട്ടുണ്ട്.
ഇനി ഇത് എണീക്കുന്നതിന് മുന്നേ 2 റീൽസ് എടുക്കാനുണ്ട്. അപ്പോഴത്തേക്ക് ഇത് എണീക്കുമായിരിക്കും. അതിന് മുന്നേ ചിലപ്പോൾ എണീക്കും. ഇത് എണീക്കുന്നതിന് മുന്നേ റീൽസ് എടുത്ത് തീർക്കണം. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ വഴി തന്നെ ഒരാൾ എന്തായാലും വേണം. അപ്പോൾ എന്നെ റെഡിയാക്കാനും ഒരാൾ വേണം. അപ്പോൾ എല്ലാം കൂടെ നടക്കില്ല. അപ്പോൾ ഇത് എണീച്ചിട്ട് കാണാം. ബൈ. ഇനി ഞാൻ പോയിട്ട് റീൽസിൻ്റെ കാര്യങ്ങൾ സെറ്റാക്കട്ടെ. ഞാൻ വീട്ടിൽ പോയിട്ട് സാധനമെല്ലാം എടുത്തിട്ടാണ് വരുന്നത്. എനിക്ക് എന്തായാലും റെഡിയാക്കി തരാൻ ഒരാൾ വേണം. അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ സാധനങ്ങളുടെ എടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും. സാറ്റർഡേ സൺഡേ. ഇതോ ഇറങ്ങി. ഇനി നമുക്ക് ഇതോ എണീച്ച് കാണാം. ഗുഡ് നൈറ്റ്. റീൽസ് എടുക്കാനുള്ള സെറ്റപ്പ് തുടങ്ങി. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ അമ്മേൻ്റെ വെഡ്ഡിങ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ റീലാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് അമ്മേൻ്റെ കല്യാണ സാരിയെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അമ്മ വീട്ടിലില്ല. അപ്പോൾ എനിക്കെന്തായാലും സാരി ഉടുപ്പിച്ചാലും മൂത്ത സാരി ഉടുപ്പിച്ചാൽ മാത്രമേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂ. അമ്മ ഉടുപ്പിച്ചാലും എനിക്ക് സാരി ഉടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാരിയും സാധനങ്ങളും എല്ലാം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് അച്ഛൻ്റെയും അമ്മേൻ്റെയും കല്യാണ ഫോട്ടോ കിട്ടാൻ വേണ്ടി ഞാൻ കുറേ പരതി. ലാസ്റ്റ് ഏട്ടൻ എനിക്ക് അയച്ചു തന്ന എൻ്റെ ഒരു കസിൻ ബ്രദർ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡിയായി. ഞാൻ സാരി ഉടുക്കുന്നതിന് മുന്നേ പ്ലീറ്റ്സ് എല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അയ്യോ ഇതെല്ലാം ഞാനാന്ന് സ്വന്തമായിട്ട് പ്ലീറ്റ് എടുത്ത് ഞാൻ ഫ്രണ്ടിൽ പ്ലീറ്റ് വെച്ച് നോക്കി. അതും ഇസ്തിരിയിട്ട് പിന്നെ നമ്മളെ തൊയിലല്ല അടിയിലുള്ള നടുക്ക് വരുന്ന പ്ലീറ്റ്സ് ഇല്ല, എല്ലാത്തിനും പ്ലീറ്റ്സ് എന്നല്ലേ പറയുക, അത് മൂത്ത പിടിച്ച് തന്ന്. ബാക്കി എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്, ഇസ്തിരി ഇട്ട്. അപ്പം ഞാൻ തന്നെ ആലോചിച്ചോ ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തത്. കാരണം ഞാനങ്ങനെ സാരി ഒന്നും ഇസ്തിരി ഇട്ടാൽ എനിക്ക് ശീലമില്ല. ഞാൻ എൻ്റെ ഡ്രസ്സ് പോലും ഇപ്പം ഇട്ട വെള്ള ഡ്രസ്സ് അങ്ങനെ ചുളിഞ്ഞ് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് തോന്നുന്ന ഡ്രസ്സ് മാത്രമേ ഞാൻ അങ്ങനെ ഇസ്തിരി ഇടലുള്ളൂ. അല്ല സിൽക്കി ടൈപ്പ് ഡ്രസ്സാണെങ്കിൽ പിന്നെ ഇസ്തിരി ഒന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കോ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തല്ലേ. അപ്പം എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നി. അപ്പം അതിനുള്ളൊരു സന്തോഷപ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ നീ എണീച്ചാ? ഗുഡ് മോർണിംഗ്. ഇത് ഈ താഴത്തെ പ്ലീറ്റ്സാണ് മൂത്ത പിടിച്ച് തന്നെ. അത് മൂത്ത ഇങ്ങനെ പിടിച്ച് സെറ്റ് ചെയ്ത് തന്ന്. ഓ ഞാൻ ആ സാരി ഫുൾ ഇസ്തിരി ഇട്ട് തീരുമ്പോഴത്തേക്ക് ഞാൻ വേർത്ത് കുളിച്ചിന്. ഒരു മണിക്കൂർ ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ടാവും ഞാനത് ഫുൾ ഇസ്തിരി ഇട്ട് കഴിയാൻ വേണ്ടിയിട്ട്. നീ സൂട്ടിട്ട് കിടന്നുറങ്ങി, ഉറങ്ങുമ്പോ സൂവെല്ലാം കഴിച്ചു വെക്കണ്ടേ? സൂട്ടിട്ടാ നീ കിടന്നുറങ്ങി. നീ തക്ക ഓ ചേച്ചി ബാ ഇടിരിക്ക്. വിശേഷം എന്തല്ല വിശേഷോ? നീ ഇവരോട് പറ എന്തല്ല വിശേഷോ പറ. സുഗന്ധിനെ ചോദിച്ചാ മുതിച്ചോ അമ്മേ മാങ്ങ? അനു ഏതും കൂടി തിന്നോളൂ മാങ്ങ അല്ലേ? ഏതു എല്ലാവരും ഷുഗാണ് ചോയ്ക്കി ചെക്കനെന്തെന്നാ പറയും. ഓരോ മൂടോ അല്ല. ചിലപ്പോ നല്ല മര്യാദയ്ക്ക് നിൽക്കുക, ചിലപ്പോ ഇങ്ങനെ എന്തെല്ലോ ഉറക്കത്ത് നിന്ന് എണീച്ച് കഴിഞ്ഞാൽ മറ്റേ പഴയ പോലെ ട്രാക്കിൽ വരണ്ടിക്ക് കുറച്ച് സമയം എടുക്കും. ഈ ചെക്ക സൂവലിട്ടിട്ടൊക്കെ ഉറങ്ങല്. നിന്റെ അച്ഛൻ എങ്ങനെ ആക്കല്? കാണിച്ചു കൊടുത്താ നിന്റെ അച്ഛൻ എങ്ങനെ ആക്കല്? ആ ഇങ്ങനെയാന്ന് ഇവന്റെ അച്ഛനാക്കല്. ഇവനിങ്ങനെ പേടിപ്പിക്കും ഇവന്റെ അച്ഛൻ. പിന്നെ ശക്തി പിടിച്ച ശക്തി ആ അങ്ങനെ തന്നെ. നിന്നെ കാണാനൊരു മാമൻ വേണ്ടിട്ടാ. ഇപ്പൊ പോ വേവാ ബാ. ആ മെല്ല ആ ഷൂവെല്ലാം ഇട്ടിട്ടാ കിടന്നുറങ്ങീനി ഇത്രയും സമയം കണ്ടേ. ഇന്ന് രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങി. മാമനെ കൊടുക്ക്. ആ മാമനെ കൊടുക്ക്. ബാ ആ
എടുത്തോ പറ. മേ വെൽക്കം വെൽക്കം പറ. എന്താ എടുക്കണ്ട. ഇനി മാമില്ല, ഇനി എഴുതൂല് അറിയണ്ട. തിരിച്ച് നേരെ കൈ ഇങ്ങോട്ട്. അങ്ങനെ മാങ്ങയെല്ലാം തിന്നു കഴിഞ്ഞാൽ ഇനി മാമൻ്റെയും മോൻ്റെയും സ്നേഹപ്രകടനം കാണാം. ഇത് ഓറഞ്ച് തിന്നാന്നേ, ഓറഞ്ച്. ക്യാരറ്റ് ഏത് ചെണ്ട മുട്ടുന്നാന്നേ. ഇതിന് ക്യാരറ്റ് വേണോ? ഏതോ ഇതിന് ക്യാരറ്റ് വേണം. വാ ഞാൻ പണിയെടുക്കുന്നില്ല എന്നാരും വിചാരിക്കണ്ട. ഞാൻ ക്യാരറ്റെല്ലാം എടുത്തുകൊണ്ടോ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മൂത്ത ഉച്ചക്കത്തേക്ക് വറവാക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മുറിച്ചിടലായിട്ട് മൂത്ത വിചാരിച്ചു ഉച്ചക്കത്തേക്കൊന്നും സാധനമാവില്ല. പക്ഷെ ഞാനാരാ മോള്, ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്ക് ക്യാരറ്റെല്ലാം മുറിച്ചിട്ട് അടുക്കളയിൽ എത്തിച്ചിട്ടുണ്ട്. ചോറ് വന്നിട്ടുണ്ട്. നമ്മളെ ഇവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അജുക്കില് പോയി ഏതുണ്ട് വലിയ ചെക്കനായോണ്ട് ഇപ്പൊ ഒറ്റക്കാന്ന് വെള്ളം കുടിക്കല്ലേ, നമ്മളൊന്നും സഹായം വേണ്ട. ഇനി ഞാൻ മുറിച്ചിട്ട് ക്യാരറ്റ് വറവെല്ലാം കൂട്ടിട്ട് ഞാൻ ചോറ് തിന്നട്ടെ. ഞാൻ ചോറ് തിന്നിട്ട് വന്നിട്ട് കാണാം. ചോറ് തിന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ എല്ലാം സെറ്റാക്കൽ മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പം ഞാൻ റീൽസ് എടുക്കാൻ വന്നേരം എൻ്റെ കൂടെ ഒരാളും കൂടെ ഡാൻസ് കളിക്കാൻ വന്നിട്ടുണ്ട്. എന്നെയാണെങ്കിൽ ഡാൻസ് കളിക്കാൻ സമ്മതിക്കുന്നുമില്ല, ഓനാണെങ്കിൽ ഡാൻസ് കളിക്കുന്നുമില്ല മര്യാദയ്ക്ക്. ചെക്കൻ്റെ ഓരോ കളി. ഞാൻ കളിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് വാതിലെല്ലാം തുറന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൊളാക്കി തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടെല്ലാം ആയിരത്ത് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. ആ സാരിയെല്ലാം കഴിച്ചിട്ട് തന്നെ എന്തൊരു ആശ്വാസമെന്നറിയാമോ. എനിക്ക് സാരി ഉടുക്കുന്നത് തീരെ ഇഷ്ടമല്ല. പക്ഷേങ്കിൽ അമ്മേൻ്റെ ആ സാരി ഉടുത്തൊരു പ്രത്യേക ഒരു ഫീൽ ചെയ്യുന്നു. പക്ഷേ ഭയങ്കര ചൂടുവേനും. അങ്ങനെ സാരിയെല്ലാം കഴിച്ചിട്ട് ഞാൻ ഡ്രസ്സെല്ലാം മാറി വന്ന് കുളിച്ച് ഡ്രസ്സെല്ലാം മാറി വന്ന് ഞാൻ ചായയെല്ലാം കുടിച്ച് സൈഡിൽ നിന്ന് ഏതും അമ്മയും കൂടെ എന്തെല്ലോ പറയുന്നുണ്ട്. പിന്നെ സന്ധ്യ ആയിരം മൂത്ത വിളക്കെല്ലാം കത്തിച്ച് കുറച്ച് സമയം അപ്പുറലിരുന്ന് പ്രാർത്ഥിച്ച്. മൂത്തക്ക് വൈദ്യരുടെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ മൂത്ത വിളക്ക് കത്തിച്ചെടുത്തതിന് ശേഷം മൂത്ത പോയി. പിന്നെ ഞാനും ഏതുവിൻ്റെ അമ്മയും കൂടെ
കുറേ സമയം വെറുതെ ഒറ്റക്ക് ഇങ്ങനെ ഇരുന്ന്. അതിൻ്റെ ഇടയിൽ ഏതുവിൻ്റെ കുറേ ഒച്ചപ്പാടും ബഹളവും എല്ലാം ഉണ്ടായിരുന്നു. സന്ധ്യക്ക് വിളക്കത്തിച്ചിട്ട് രാമരാമ ജപിക്കാൻ പറഞ്ഞിട്ട് ഇവനുണ്ടോ കേൾക്കുന്ന്. ഓൻ ആടി ഇരുന്നിട്ട് അമ്മമ്മേൻ്റെ മടിയിൽ നിന്ന് എന്തെല്ലോ കുരുത്തക്കേട് കളിക്കുന്നുണ്ട്. അല്ല ഏതുവിൻ്റെ കണ്ണെടുത്തോ? ഏതുവിൻ്റെ കണ്ണ് കണ്ണ് കാണിച്ചാ? ഏതുവിൻ്റെ കണ്ണെടുത്തു? അതാ കണ്ണ്. മൂക്ക് കാണിച്ചു കൊടുക്ക്. മൂക്കേതാ? അത് മൂക്ക്. വായി ഏതാ? വായി എടുത്തു. ആ അതാന്ന്. ചെവി എടുത്തു. ചെവി എടുത്തു. തലയെടുത്തു. തല. കൈയെടുത്തു. കാലെടുത്തു. കാല് കൊണ്ട് അതോ വെള്ളം കുടിച്ചിട്ടായിരിക്കും. ഇങ്ങനെ ഇടുമുത്ത ശില്ല, നീ എന്തെങ്കിലും ചെയ്. ഓനെന്നെ സ്വന്തമായിട്ട് ഇടണം, നമ്മളാരും സഹായിക്കണ്ട. അയ്യ അങ്ങനെ കുടിക്കാൻ കഴിയില്ല. നിനക്ക് പൊന്തൂല, മേമ പിച്ചേരാ. അതിൽ വെള്ളമില്ല മൂത്തേ. പാവോ മൂത്തേ. പോയാ കുറച്ച് വെള്ളം കൊടുക്കോ ഇവന്. പഠിച്ചാ ഞാൻ തിന്നൂടെ മുത്തേ. കൊണ്ടാ ചേച്ചിക്കൊണ്ടാ. ഗുഡ് ബൈ. വാവ തിന്നോ, വാവ തിന്നോ. ഗുഡ് ബൈ. അതാ അതാ പോവോ. ആവേശം കൂടി പോണ്ട. മാങ്ങയില തിന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ബബിൾസ് ഊതി കളിച്ച്. വായിലാവല്ല പിന്നെ ഈ ബബിൾസ് ഞാൻ എവിടുന്ന് വരുത്തിക്കാൻ വേണ്ടി. പിച്ചോ 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 പിച്ചോ. ചെയ്യണ്ട. ഏത് ചോറിന്ന് വന്നിട്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇവിടെ തീർന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര തലവേദന, അതുകൊണ്ട് രാത്രി ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കാൻ പറ്റില്ല. രാത്രി ഞാൻ കഞ്ഞിയാ കുടിച്ച. ഇപ്പം ബെഡെല്ലാം വിരിച്ചിട്ടുണ്ട്. കിടക്കട്ടെ. ഇത് നേരത്തെ ഉറങ്ങി, ഇനി ഞാനും കൂടെ കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ബൈ ബൈ.